ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കള്ളപ്പണം കണ്ടെത്തിയിരിക്കുന്നു. രാജ്യത്തെ ആകെ നടുക്കിയ ഒരു സംഭവമാണ് ഇത്. ഇതേ തുടർന്ന് സുപ്രീം കോടതി പെട്ടെന്ന് തന്നെ ഇടപെടുകയും നേരത്തെ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയെ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായ അദ്ദേഹത്തെ അലഹാബാദിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം നടത്താൻ വേണ്ടി 3 മുതിർന്ന ജഡ്ജിമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഒരു ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവമുണ്ടായത് അങ്ങേയറ്റം ഖേദകരമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറയുന്നു. ഈ സമയത്ത് ഉയർന്നു വരുന്ന മറ്റൊരു വിഷയം ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ചുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കാലാകാലങ്ങളായിട്ട് ജഡ്ജിമാരുടെ നിയമനം നടത്തുന്നത് ജഡ്ജിമാർ തന്നെ ചേർന്ന ഒരു കൊളീജിയമാണ്. എന്നാൽ ഇത് മാറ്റി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ വേണമെന്നാണ് പാർലമെൻറ്റ് തീരുമാനിച്ചത്. അതിനനുസരിച്ചൊരു നിയമ ഭേദഗതി കൂടി പാർലമെൻറ്റ് പാസ്സാക്കിയിരുന്നു. പക്ഷേ ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതി പറയുന്നത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. അദ്ദേഹം പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം യോഗ്യതയില്ലാത്ത ആളുകൾ ജഡ്ജിമാരായി മാറുന്നു എന്ന് തന്നെയാണ്. അത് അദ്ദേഹം വളച്ചുകെട്ടി പറയുന്നു എന്ന് മാത്രം. പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ, ഏതാണ്ട് ഏകകണ്ഠേന പാസ്സാക്കിയ നിയമത്തെ ചെറിയ എതിർപ്പുകൾ മാത്രമാണ് ആ ബില്ലിനോട് ഉണ്ടായിരുന്നത്. അങ്ങനെയൊരു പാസ്സാക്കിയ ബില്ലിനെ ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയായിരുന്നു സുപ്രീം കോടതി ചെയ്തത്. ആ നടപടിയെ അന്ന് തന്നെ ജഗ്ദീപ് ധൻഖർ എതിർത്തിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അദ്ദേഹം പറഞ്ഞത് ഇത് പാർലമെൻറ്റ് അധികാരത്തിലുള്ള കൈകടത്തലാണ് എന്നാണ്. ഇപ്പോൾ പുതുതായി നടന്ന സംഭവം, രാജ്യത്തെ ആകമാനം ഞെട്ടിച്ച സംഭവം, ഒരു ജഡ്ജിയുടെ വീട്ടിൽ തീപിടിക്കുന്നു, ഫയർഫോഴ്സ് വരുന്നു. പക്ഷേ ആ ഫയർഫോഴ്സിന് ലക്ഷക്കണക്കിന് രൂപയാണ് കള്ളപ്പണം ലഭിക്കുന്നത്. അത് കള്ളപ്പണമാണോ കള്ളനോട്ടാണോ എന്നുള്ളതൊക്കെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് അന്വേഷണ പരിധിയിലാണ്. പക്ഷേ ജഡ്ജിമാരുടെ നിയമനത്തെ സംബന്ധിച്ച ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി വിവിധ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിരിക്കുകയാണ് ജഗ്ദീപ് ധൻഖർ. അദ്ദേഹം രാജ്യസഭാ നേതാവ് JP നഡ്ഡയുമായും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുമായും അദ്ദേഹം ചർച്ച നടത്തി കഴിഞ്ഞു. വിവിധ ഫ്ലോർ ലീഡറുമായും വിവിധ പാർട്ടി നേതാക്കന്മാരുമായും അദ്ദേഹം ചർച്ച ചെയ്തു വരികയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, മല്ലികാർജുൻ ഖാർഗെയുടെ ഭാഗത്തുനിന്ന് ചെറിയ തോതിൽ എതിർപ്പ് വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ചർച്ചയ്ക്ക് മുമ്പ് താൻ വീണ്ടും NJAC കൊണ്ടുവരണം എന്ന അഭിപ്രായം ജഗ്ദീപ് ധൻഖർ പ്രകടിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നാണ്. ജഗ്ദീപ് ധൻഖറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ അത് വളരെ സുതാര്യമായൊരു നടപടിയാണ്. അതിലൂടെ ജഡ്ജിമാരെ നിയമിക്കാൻ കഴിയും. ഇപ്പോൾ ജഡ്ജിമാരെ നിയമിക്കുന്നത് ജഡ്ജിമാരുടെ കൊളീജിയമാണ്. ആ കൊളീജിയം മറ്റ് ജഡ്ജിമാരുടെ ബന്ധുക്കളെ തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ആളുകളെയാണ് നിയമിക്കുന്നത് എന്ന ആരോപണം വന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ജഡ്ജിമാരുടെ നിയമനത്തിന് നേരെ നടന്ന ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു ജഡ്ജിക്ക് നേരെ ഉണ്ടായിരിക്കുന്ന, ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ട് കണ്ടെത്തിയത് ഈ ഒരു ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എക്സ് ഒഫീഷ്യോ ചെയർമാനായ ഒരു ജുഡീഷ്യൽ കമ്മീഷനാണ് NJAC വിഭാവനം ചെയ്യുന്നത്. ഈ കമ്മിറ്റിയിൽ 2 സുപ്രീം കോടതി മുതിർന്ന ജഡ്ജിമാരും നിയമമന്ത്രിയും ഉണ്ടാകും. അതോടൊപ്പം തന്നെ 2 അംഗങ്ങളും ഉണ്ടാകും. ഈ 2 അംഗങ്ങളിൽ ഒരാളെ ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ചേർന്ന ഒരു കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. 2ാമത്തെ അംഗം, ഈ 2 പേരും പൊതുരംഗത്തുള്ള പ്രമുഖ വ്യക്തികളാണ്. അതിൽ ഒരാളെ ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന കമ്മിറ്റി തീരുമാനിക്കുന്നു. മറ്റൊരാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നോ സ്ത്രീകളിൽ നിന്നോ ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളായിരിക്കണം.
അങ്ങനെയുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചയാണ് ഇപ്പോൾ സജീവമായി ഉയർന്നു വന്നിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും NJSCക്ക് എതിരല്ല. അത് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ബില്ലാണ്. പക്ഷേ NJSCക്ക് എന്ന പേരിൽ ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ BJP സർക്കാർ ശ്രമിക്കുന്നു എന്നൊരു ഭയവും കൂടി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തെ തുടർന്ന് വീണ്ടും നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ കൊണ്ടുവരണമെന്ന വാദത്തോട് പൂർണ്ണമായും കോൺഗ്രസ് യോജിക്കുന്നില്ല. എന്നാൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിൻ്റെ നേതൃത്വത്തിൽ BJP ഈ വാദം ശക്തമാക്കുകയാണ്. ജുഡീഷ്യറിയുടെ മേധാവിത്വത്തിനെതിരായിട്ടാണ് തങ്ങളുടെ നീക്കമെന്നാണ് അവർ ഭംഗ്യന്തിരാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ജുഡീഷ്യറിയെ നിയന്ത്രിക്കാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നത് എന്ന ഭയം കോൺഗ്രസിന് ഇല്ലാതില്ല. ഏതായാലും ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയോടുകൂടി ജഡ്ജിമാരുടെ നിയമനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്.